നമസ്കാരം. KSRTC പെണ്ണുങ്ങൾക്ക് സൗജന്യ യാത്ര ഓൾറെഡി നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാ ബസ്സിലും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബസ്സുകളിലൊക്കെ സൗജന്യ യാത്ര ലഭിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സൗജന്യം ഇല്ല ഇവിടെ. ആണുങ്ങളെ മാത്രം മാറ്റി നിർത്തുക എന്തിനാ? ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് ഇപ്പൊ ഒരു ബസ് വാങ്ങുകയാണെങ്കിൽ, ഒരു ലോറി വാങ്ങുകയാണെങ്കിൽ, ഒരു ഓട്ടോറിക്ഷ വാങ്ങുകയാണെങ്കിൽ, ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ, ഒരു ബൈക്ക് വാങ്ങുകയാണെങ്കിൽ, സകല സാധനങ്ങളും ഏറ്റവും കൂടുതൽ ഇവിടെ വാങ്ങുന്നത് ആണുങ്ങളാണ്. അതായത് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് ആണുങ്ങളെ കൈ കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൗജന്യം നിങ്ങൾക്ക് തന്നൂടെ? ഇനിയിപ്പോ നമ്മളെല്ലാ ആണുങ്ങളും ചിന്തിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാല്, ഇനി വരും വർഷങ്ങളിൽ ഇനി അടുത്ത ഇലക്ഷൻ വരില്ല, 5 വർഷം കഴിഞ്ഞാൽ ആ സമയത്ത് ആണുങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇനി വോട്ട് ചെയ്താൽ മതി. അത് പാർട്ടിയൊന്നും നോക്കണ്ട, നമുക്ക് ഇനി ഓഫർ കിട്ടിയിട്ടേ നമ്മൾ വോട്ട് ചെയ്യുന്നുള്ളൂ. ബസ്സിൽ യാത്ര കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയാൽ പ്രത്യേക മുൻഗണന, കോടതിയിൽ പോയാൽ അതിലും വലിയ മുൻഗണന, പോലീസ് സ്റ്റേഷനിൽ പോയാൽ മുൻഗണനയോട് മുൻഗണന. അപ്പൊ നമ്മളെ ആണുങ്ങൾക്ക് ഒരു മുൻഗണന ഇല്ല. ആണുങ്ങളെ പ്രത്യേകിച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പൊ പലർക്കും തോന്നും, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, നിങ്ങളെ വീട്ടിലില്ലേ പെണ്ണുങ്ങള്, അമ്മമാര്, പെങ്ങന്മാര്, അനിയത്തിമാര്, വൈഫ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ബസ് കയറുന്നില്ലെന്ന്. കയറിക്കോട്ടെ, കുഴപ്പമില്ല. അവര് ജോലിക്ക് പോകുന്നുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് അവരല്ലേ എടുക്കേണ്ടത്. അപ്പൊ അതിലൊന്നും ഒന്നും കമ്പാരിസണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. നമുക്ക് എന്താണ് സൗജന്യമായിട്ട്, ആണുങ്ങൾക്ക് ഇവിടെ എന്താ സൗജന്യമായിട്ടുള്ളത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ കണ്ട് ചതറട്ടെ.